കോഴിക്കോട്ടെ UDF ആഹ്വാനം ചെയ്ത ഹർത്താലിനിടെ അല്പം മുമ്പ് ചെറിയ സംഘർഷമുണ്ടായി. പുതിയ ബസ് സ്റ്റാൻഡിൽ സമരക്കാരും ബസ് ജീവനക്കാരും തമ്മിലാണ് തർക്കമുണ്ടായത്. ഇപ്പോഴത്തെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ബസ് തടഞ്ഞതാണ് നേരത്തെ തർക്കത്തിനിടയാക്കിയത്. വീണ്ടും സമാനമായ ദൃശ്യങ്ങളാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ കാണുന്നത്. ബസ് സ്റ്റാൻഡിൽ കയറാതെ വണ്ടി ബസ് കോഴിക്കോട്ട് സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്നാണ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിൽ അല്പസമയം മുൻപാണ് തർക്കമുണ്ടായത്. തർക്കത്തിന്റെ തുടർച്ച ഇപ്പോഴും കാണുന്നു. ബസ് തടയാൻ കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമമുണ്ടാകുന്നു. അത് നേരത്തെ തർക്കത്തിന് ഇടയാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും സമാനമായ സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നത്. സ്വകാര്യ ബസ്സുകൾ ദീർഘദൂര സർവീസ് നടത്തുന്ന ബസ്സുകൾ, സ്വകാര്യ ബസ്സുകൾ ദീർഘദൂര സർവീസ് നടത്തുന്ന ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നതെന്ന് നേരത്തെ ഒരു ജീവനക്കാരൻ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ അതിന് തൊട്ടു മുൻപ് പ്രതിഷേധവുമായി എത്തിയ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ അവിടെ നിന്ന് തള്ളി മാറ്റുന്നതുമൊക്കെ ദൃശ്യങ്ങളുണ്ടായിരുന്നു. യാത്രക്കാരെ വഴിയിലിറക്കി വിടാൻ കഴിയില്ല എന്ന നിലപാടാണ് ബസ് ജീവനക്കാർ സ്വീകരിച്ചത്. അതേസമയം സിറ്റിയിലെ സർവീസുകൾ കാര്യമായി നടക്കുന്നില്ല എന്നും അവർ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ബസ് ജീവനക്കാരും തമ്മിൽ തർക്കമുണ്ടായി. അതിന് തീർച്ചയാണ് ഇപ്പോൾ ഒറ്റ
അതോടൊപ്പം തന്നെ റോഡ് ഉപരോധിക്കുകയാണ്. ഒരു വാഹനങ്ങളും കടത്തിവിടുകയില്ല എന്നുള്ള സ്വകാര്യ അതാ പറയണേ ആ ബസ്സിനെ കൊണ്ടറിയാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ നിന്ന് കഴിച്ചു രാഹുൽ കെ വീണ്ടും രാഹുൽ അവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വലിയ പ്രതിഷേധം കാണാം, പോലീസുമായി തർക്കം കാണുന്നു. എന്താണ് അന്തരീക്ഷം? രാവിലെ അങ്ങനെ കാര്യമായ അനിഷ്ട സംഭവമൊന്നുമില്ല. ഹർത്താൽ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വ്യാപാരി വ്യവസായികൾ ഞങ്ങൾ കട തുറക്കും എന്ന നിലപാട് സ്വീകരിച്ചു. ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് പതിവ് പോലെ. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? രതീഷ്, നേരത്തെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയല്ല ഇപ്പോൾ എന്നതാണ്. കോഴിക്കോട് സ്ഥിതിഗതികൾ കുറേയും കൂടി അശാന്തമാകുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിരത്തിലേക്ക് ഇറങ്ങി വാഹനങ്ങൾ തടയുന്നു. സ്വകാര്യ വാഹനങ്ങളെല്ലാം തന്നെ തടഞ്ഞു വെക്കുന്നൊരു സ്ഥിതിയാണ്. അല്പസമയം മുൻപ് മൊഫീസ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമ്മൾ ദൃശ്യങ്ങൾ സഹിതം നൽകിയത്. സ്റ്റാൻഡിൽ നിന്ന് യാത്രക്കാരുമായി പുറപ്പെട്ടു പോവുകയായിരുന്ന ബസ്സുകളാണ് തടഞ്ഞ് തിരികെ അയച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ പുറത്ത് ബസ് സ്റ്റാൻഡിന് പുറത്തേക്കും ഇറങ്ങി കോൺഗ്രസ് പ്രതിഷേധത്തിലാണ്. മാവൂർ റോട്ടിൽ നിന്നാണ് തത്സമയ ദൃശ്യങ്ങൾ. യാത്ര പുറപ്പെട്ടു വന്ന മൂന്ന് ബസ്സുകൾ അത് തടഞ്ഞു വെച്ച് യാത്രക്കാരെ ഇറക്കി വിടുകയാണ് ഉണ്ടായത്. അങ്ങനെ യാത്രക്കാർക്ക് ഏതായാലും വലിയ ബുദ്ധിമുട്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ അവർ ഈ മാവൂർ റോഡിലൂടെ പ്രതിഷേധവുമായി മുന്നോട്ട് നീങ്ങുകയാണ്. ഒറ്റ ബസ്സുകളും സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് പ്രവർത്തകർ ഉണ്ടായിരുന്നത്. 6 മണിക്ക് ഹർത്താൽ തുടങ്ങിയതാണ്. പക്ഷേ ആദ്യ മണിക്കൂറുകളിൽ ഈ വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതാണ്. നിരത്തിലേക്ക് പ്രവർത്തകർ കൂടുതലായി വരികയോ വാഹനങ്ങൾ തടഞ്ഞു വെക്കുന്നൊരു അവസ്ഥയോ ഉണ്ടായിരുന്നില്ല. മുക്കത്താണ് കുറച്ചെങ്കിലും സ്ഥിതിഗതികൾ മോശമായിരുന്നത്. അവിടെ വാഹനങ്ങൾ പ്രവർത്തകർ തടയുകയും പോലീസ് പിന്നീടെത്തി മാറ്റുകയുമൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിൽ പ്രതിഷേധമായി എത്തിയിരിക്കുന്നു. വാഹനങ്ങൾ തടയുന്നു. നിരത്തിലൂടെ പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. DCCയുടെ പ്രതിഷേധ പ്രകടനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അത് കുറേയും കൂടി ശക്തിപ്പെടുത്തി ഹർത്താൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം എന്ന രീതിയിലൊക്കെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഏതായാലും പ്രതികരിക്കുന്നത്. മാവൂർ റോഡിലൂടെ പ്രതിഷേധവുമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം പോലീസുമുണ്ട്. പോലീസുമായുള്ള വാക്കുതർക്കവും അല്പസമയം മുമ്പ് നടക്കുകയുണ്ടായി. ആ ബസ് തടഞ്ഞ സമയത്താണ് ബസ് ജീവനക്കാർക്ക് നേരെ ആക്രോശിച്ച് പാഞ്ഞെടുക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ആ സമയത്ത് പോലീസ് ഇടപെടുകയും പോലീസും പ്രവർത്തകരും തമ്മിലുള്ള വാക്കേറ്റത്തിന് ഉന്തും തള്ളിനുമൊക്കെ കാരണമാവുകയും ചെയ്തിട്ടുണ്ട്.